ചെറിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചക്കുട്ടയില്ല, വാസുകി, ജ്യോതി, ഉണ്ണി 3 പേരേ ഉള്ളൂ. നമ്മളിപ്പം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. ഡെയിലി വീഡിയോ എടുക്കണമെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ അത് വൈകുന്നേരം കൊണ്ട് എഡിറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര ഒരു ജോലിയാണ്. അത് നടക്കില്ല. കാരണം വീഡിയോ എടുക്കാൻ പറ്റും. ഒന്നാമത്തെ എടുക്കാൻ മടിക്കുന്ന കാര്യം അതാണ്. എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പം സമയം 6 മണിയായി, രാവിലെ 6 മണി. വാസുകിനെ കൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് പോയണോക്ക് കണ്ണിന് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെക്കപ്പിന് പോകാനുള്ള ദിവസമാണ്. അപ്പം നമ്മൾ അതിനായിട്ട് പോവുകയാണ്, അല്ലേ വാസുകി? പിന്നെ നമ്മളെ അവിടുത്തെ കാഴ്ചകളാണ് കാണിക്കാൻ പോണത്, അല്ലേ മക്കളെ? ടാറ്റ പറ. റോഡിലേക്ക് നിങ്ങളാണ് നമ്മളെ വണ്ടി നിങ്ങളാ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം. ഏതോ ഒരു ചേട്ടൻ മരിച്ച ഫോട്ടോ ചെയ്യുന്നുണ്ടാണ്. ഉദയകുമാർ, സെക്യൂരിറ്റി, മെഡിക്കൽ എമർജൻസി, ഓക്സിജനാ, രജിസ്ട്രേഷൻ ബ്ലോക്ക്. ഇവിടെ ഈ വഴിയാണ് നമ്മൾ ടോക്കൺ എടുക്കാൻ പോകുന്നത്. നല്ല തിരക്കായിരിക്കുമല്ലേ ഇപ്പോൾ? എന്താ പോന്നെ ക്യൂ വയ്ക്കാൻ മതി. നല്ല പടച്ചനെ, എന്താ ക്യൂ തിരക്കം വയ്ക്കാണ്. ചെന്നിട്ട് രാജാവിന് വഴിവിടും. നീ പോയി ലേഡീസ് കുറവായിരിക്കും, അവിടെ പോയി നില്ലേ. എടുത്തു തുടങ്ങേണ്ട, കൊടുത്തു തുടങ്ങേണ്ട. അതുകൊണ്ട് വാസുകി അമ്മയും കൂടെ പോയിട്ടൊരു വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ടോക്കൺ കിട്ടിയാ? എത്രയാണ് ടോക്കൺ? വേണ്ടേ? വാസുകി വേണ്ടേ? VIP ആ? അപ്പോൾ കാപ്പ് പിടിച്ചതല്ല നമുക്ക്. 8 മണി തുടങ്ങുള്ളൂ. 7 മണിയായുള്ളൂ. വിശക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്ന് നേരെ വരി നിന്ന് ടോക്കൺ എടുക്കേണ്ടത്. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാത്തിരിക്കുകയാണ്. അല്ല അജികേ, എന്തിനാണ് ഇതിൻ്റെ ഇടിയപ്പം ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ വെച്ച് ക്യാൻറ്റീനെ കൊള്ളാം. അസികേ അനിയൻ്റെ അളിയനും അനിയത്തി. അവർ നാണക്കേട, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് ചാടിയാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിൽ. അപ്പോൾ അവർ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ദോശയും മുട്ടക്കറി. അല്ലെങ്കിൽ നാണം കളയടേ. കല്യാണത്തിന് എങ്ങനെയാണ് ഫോട്ടോ അതെ, അത് കുഴപ്പമില്ല. ഇതൊക്കെ അവിടെ നിന്ന് നമ്മളൊന്ന് വിടില്ല. ഫുള്ള് നീ തന്നെ. വാസുകി കാപ്പ് കുടിച്ചാ? എന്ത് കഴിച്ച്? ദോശ. ദോശ കഴിച്ചു. അപ്പം നമ്മൾ ദോശ കഴിച്ചിട്ട് ഇനി അവിടെ ടോക്കൺ എടുത്ത് തുടങ്ങി കാണും. എന്താ രണ്ട് ഒപ്റ്റോമുളക് കേൾവിയുടെ തന്നെ കേട്ടോ, കണ്ടതിനെ കണ്ടോ, കണ്ടിനെ കണ്ടില്ല എന്നാണ് എന്തായാലും ഒപ്റ്റോമുളജിയാ. ഒപ്റ്റോമുളജി ബാക്കി കൊള്ളാതെ പേരൊക്കെ ഇട്ടത് നമ്മളെന്തിരിയേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ല, അങ്ങേ ആഴ്ച 2 ആഴ്ച മുന്നേ വാസുകിയെ കൊണ്ടിവിടെ വന്നിരുന്നു. എൻ്റെ വാസുകുട്ടൻ്റെ വലത് കണ്ണിന് കൃഷ്ണമണിക്ക് ചെറിയൊരു ചരിവ് പോലെ നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കാണിക്കാൻ. അല്ലേ വാസുകി? ഇപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. അജിയേ, അപ്പോൾ ഡോക്ടർ 2 ആഴ്ച കഴിഞ്ഞിട്ട് മരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്കും അരമണിക്കൂറായിട്ട് 3 നേരം ഒഴിക്കണമല്ലേ? 3-4 നേരമോ? 8 മണി 7 അയക്കുന്നേ. അയ്യോ, 2ാം നില ആയോള് ഇങ്ങോട്ട് നേരെ കയറണം. അങ്ങനെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഡോക്ടറെ കാണിക്കണം. അതിനാണ് നമ്മൾ വന്നത്. പോവാം. 3ാം നില നേത്രം, ചെവി, മൂക്ക്, തൊണ്ട. വാച്ചിയേ, അച്ഛൻ്റെ വാച്ചിയേ. ഓ അച്ചട്ടാ. ചുമ്മെന്താ ഒരുമെന്താ അച്ഛനെ തരൂല്ലേ? ചുമ്മെന്താ
ഓ നീ തന്നാലും മതി. നിനക്ക് കുറെ പണിയൊന്നും റെഡി പെണ്ണേ. വാച്ചിക്കിയുടെ അച്ഛനാണോ? വാച്ചിക്ക് ചുണ്ടിപ്പെണ്ണാണ്, ചുണ്ടിപ്പെണ്ണല്ലേ? തിങ്കൾ വ്യാഴം ഓപ്പറേഷൻ ദിവസങ്ങളാണ്. കണ്ണിൽ മരുന്ന് ഒഴിച്ച് പരിശോധന ചൊവ്വ വെള്ളി ബുധൻ ദിവസങ്ങൾ. കാഴ്ച കുറവാ. എന്താ കണ്ണെന്തിരി ഇത്? ഓ പാടുള്ള എൻ്റെ വാച്ചിയുടെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കണ്ണിൽ മരുന്ന് വെച്ചപ്പോൾ കണ്ണ് ചുമന്ന് മുഖമെല്ലാം ചുമന്ന് ചെറിയൊരു പനിയുണ്ട്. ചാച്ചിക്ക് ആദ്യം നോക്കിയേ, എൻ്റെ വാച്ചിക്ക് കണ്ണിൽ മരുന്ന് വെച്ചപ്പോൾ കണ്ണൊക്കെ ചുമന്ന് മുഖമൊക്കെ ചുമന്ന് പനിയായി കേട്ടാ. അപ്പം നമ്മൾ പനിയായപ്പോഴാണ് അവർ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു, മരുന്ന് കുടിക്കാനായിട്ട്. അപ്പോൾ വാസുകി കരച്ചിലും നിർബന്ധവും ആകെ പ്രശ്നത്തിലാണ്. അയ്യോ 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 ഈ നാണക്കേടാണ് കേട്ടാ കരഞ്ഞ. അയ്യോ എൻ്റെ മോൾ കരയില്ലേ, ബ്ലോഗർ കരയരുത്. ബ്ലോഗർ കരഞ്ഞാൽ പ്രശ്നമാണ്, നാണക്കേടാണ്. വാസിക്ക് പനിയായിട്ട് നമ്മൾ പീഡിയാട്രിഷനെ കാണിച്ചു. 1 മണിക്കൂർ ഒബ്സർവേഷൻ അവളെ നോക്കണമെന്ന് പറഞ്ഞു. വാസിക്ക് നല്ല നിർബന്ധം, നല്ല കളിച്ച് ചിരിച്ചു വരുന്ന പെണ്ണാണ്. കിടന്ന് നിലവിളി കിടന്നു. ഫാർമസിയിൽ പോയി മരുന്ന് മേടിച്ചു. ഫാർമസി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫാർമസിയിൽ മരുന്നൊന്നുമില്ല, മരുന്ന് കുറവാണ്. താഴെ പോയി കാരുണ്യം പോയി മേടിച്ചു, മരുന്ന് കൊടുത്തിട്ടുണ്ട്. ആൾ നല്ല നിർബന്ധം. ജോലി നമ്മൾ ഉറക്കുകയാണ്. ഒരു ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിൻ്റെ കണ്ണിനൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ കുഞ്ഞിലെ തന്നെ കൊണ്ട് കാണിക്കണം, വലുതായിട്ട് കാണിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കുഞ്ഞിലെ കൊണ്ട് കാണിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ വേറെ കുഞ്ഞിന് മരുന്ന് ഒഴിച്ചപ്പോൾ പനി വന്നപ്പോൾ ഇവിടെ എന്നെ പറയുന്നു എന്താണ് ഉള്ളത് അറിയാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടെ ഇരുന്നോ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ അവിടെ ചെന്ന് അവിടെ നടക്കണം, ടോക്കൺ എടുത്ത് ആൾക്കാരെ എടുക്കുള്ളൂ അല്ലേ? അല്ല നമ്മൾ പ്രൈവറ്റ് ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പനിക്കും ജലദോഷത്തിനൊക്കെ കൂടെ വരുന്നത് എപ്പോഴും നല്ലത്. പ്രൈവറ്റ് ആശുപത്രിയും കണക്ക് തന്നെ, അവരും നമ്മളെ പൈസ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ ടെസ്റ്റ്, ആ മറ്റേ ടെസ്റ്റ്, മറിച്ച ടെസ്റ്റ് ഇത് നമ്മൾ കഴുത്ത് ന്യൂറോ പ്രശ്നമായിട്ട് കുറേ കിടന്ന് ഓടിയല്ലേ. അത് ചെന്നുടനെ ഡോക്ടർ ചോദിക്കും, ആ എന്താ പ്രശ്നം? കഴുത്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ അപ്പോൾ MRI സ്കാൻ. ഇവിടെയാണ് MRI സ്കാൻ. നോക്കണമെന്നില്ല, കാര്യം തിരക്കുന്നില്ല. MRI സ്കാൻ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കില്ല. MRI സ്കാൻ എടുത്തുമ്പോൾ ആരെയും കാണത്തില്ല, അവർക്ക് പൈസ ഇട്ടില്ല. പിന്നെ ഹെൽത്തുകാർ, സ്റ്റാർ ഹെൽത്തുകാർ, മറ്റേ ഹെൽത്തുകാർ, ഓരോ ഹെൽത്തുകാർ, അവരെല്ലാം കൂടെ കൂടിയിട്ടാണ് സർക്കാർ ആശുപത്രി ഇടിച്ച് ഇതാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. വാച്ചിക്കിനെ കാണിച്ച് ഇനി വാസുവിക്ക് ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് വരണം. കാഴ്ച പ്രശ്നങ്ങളൊന്നുമില്ല, കാഴ്ചയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കണ്ണിനൊരു ചെറിയ കണ്ണിന് കൃഷ്ണമണിക്കൊരു ചരിവുണ്ട്. അത് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഡീറ്റെയിൽ ചെക്കപ്പ് എടുത്താണ്. എന്താ പറഞ്ഞു, ബോൺസിൻ്റെ എല്ലുകളുടെ വിലക്കുറവുണ്ടെങ്കിലും ആ സൈഡിലോട്ട് ചരിവ് വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ആൾ ചരിഞ്ഞ് നമ്മൾ ഫോട്ടോ കാണിച്ചിട്ടാണ് കൂടുതലും അവർ നോക്കിയത്. നടക്കുമ്പോ തന്നെ ഒരു കൈ ഉണ്ട് ഇങ്ങനെ ചരിഞ്ഞൊക്കെ നടക്കുന്നത്, ചരിഞ്ഞാണ് നടക്കുന്നത്. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് വരണം. വന്നിട്ട് നമ്മൾ ഒരു ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കണം. എന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഓർത്തെ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരുമ്പം നമുക്ക് ആ വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല വിശപ്പായി, സമയം 12 മണിയായിരിക്കുന്നു. ക്യാമറ CCTV ക്യാമറകൾ കാണുന്നുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ അടിച്ചാന്ന് അറിയാൻ വയ്യ, അടിച്ചെങ്കിൽ പണി ഇപ്പോൾ വരും പാലും വെള്ളത്തിൽ. അപ്പോൾ ഓക്കെ, മൊബൈൽ ഇങ്ങനെ ചെയ്തോണ്ടായി.
അപ്പം വാസുകി ടാറ്റ പറ. ഇവിടെ ടാറ്റ പറ. ഇടത്തോട് ഇൻഡിക്കേറ്റർ നിർത്തിയിട്ട് പിന്നെ വലത്തോട്ട് പോകാം. ബസ്സുകൾ വരുന്നുണ്ട്. ഹോട്ടലൊന്നുമില്ല ഇവിടെ. അച്ഛൻ നോക്കി ടാറ്റ പറ. ബായ് പറ മക്കള്. ബായ് പറ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ. എൻ്റെ മോളെ ടാറ്റ. ബൈ ബൈ. കൈ വെച്ച് ടാറ്റ. എങ്കിലാ ചിന്താവാ നേരത്തെ എങ്ങനെ ഇരുന്നതായിരുന്നു? ഓക്കെ ബൈ ബൈ.